ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീച്ചിലേക്കാണ്. അപ്പം ഞാൻ ഏതായാലും കോഴിക്കോട് ആയതുകൊണ്ട് ഇവിടെ എക്സാമിന് വന്നതാണ്. എക്സാമിന് വന്നപ്പോൾ ഇവൾക്ക് ബീച്ച് കാണണം എന്ന് പറഞ്ഞാൽ ഇന്നെ പിടിച്ച് വരുത്തി. ഇവിടെ ഒരു കുട്ടിപ്പട്ടുണ്ട്, ഇവളപ്പോൾ ഇറങ്ങി തിരിച്ചതാണ് ഇത്. അപ്പോൾ ഇനി ഇവളെ രണ്ടാളും ഉത്തരവാദിത്തം എൻ്റെ അടുത്തായിപ്പോൾ. ഇപ്പോൾ ബീച്ച് ഏതായാലും ഒന്ന് കറങ്ങാൻ പോട്ടെ. എന്തായാലും കണ്ട കോഴിക്കോടൊക്കെ പണിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വൈഫൊക്കെ കോഴിക്കോട് വരുമ്പോൾ ഉള്ളൊരു സൂക്ഷിച്ചോളി, ബീച്ച് കാണാതെ പോകാൻ പറ്റില്ല. നമ്മൾ ബീച്ചിലേക്ക് എത്താനായി കണ്ടു കഴിഞ്ഞാൽ ബീച്ച് തന്നെയാണ്. അപ്പോൾ ബീച്ചിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഇന്നാണെങ്കിൽ ഒടുക്കത്ത ആളാണ് കേട്ടോ. ബീച്ചിലേക്കാണ് ഫുള്ളാള്, നല്ല ആളുണ്ട്. അവിടെ ചെണ്ടമുട്ടൊക്കെ ഉണ്ടല്ലോ. അവിടെ മറ്റേ നാടക ഇല്ല നല്ല ആളുണ്ട്. വേണ്ട ബിഗല്ലേ നല്ല ആളുണ്ട്, നല്ല ആളുണ്ട് കേട്ടാ. അങ്ങനെ നമ്മള് കുഴങ്ങി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ഫുഡ് കഴിച്ചതില് കുഴങ്ങിയിരിക്കണ പറഞ്ഞ നമ്മളതിലേറെ വയറ് നിറഞ്ഞ് കുഴങ്ങിയിരിക്കണ പറഞ്ഞ് ഇവരെ രണ്ടാളെ കുഴക്ക് കണ്ട് ഞാൻ കുഴങ്ങി. അപ്പൊ ഞങ്ങള് മൂന്നാളും കൂടി അവിടെ ഇങ്ങനെ നല്ല ബീച്ചിൽ വന്നിരിക്കുക. ഇജെന്തെങ്കിലും ഉണ്ടാക്ക്, കൊട്ടാരം ഉണ്ടാക്ക്. നല്ല ആളുണ്ടല്ലേ, നല്ല ആളുണ്ട്. മണ്ണ കളിച്ചാണ്ട് ചളി വെളിയാക്കി ചളി വെളി ചൂടെടുത്തിട്ട് നേരെ മുന്നിലാണ് ഈ വെയിലും. നമുക്ക് അവിടേക്ക് നടന്നാലോ? ഇരുന്ന് നമുക്ക് കുറച്ചേരം ഇരുന്ന് ഞങ്ങൾ അങ്ങോട്ടൊന്ന് നടക്കട്ടെ, എണീക്കട്ടെ. അയ്യോ വയസ്സായി. എടീ പമ്പരം നമുക്ക് ഇറക്കിയാലോ? നല്ല ഇഷ്ടമാണോ? ഇങ്ങനത്തെ കാണുമ്പോൾ ഒരു ക്രേസാണ്. എന്ത് ജനങ്ങളാണ് മക്കളെ. ഇന്ന് കോഴിക്കോട് ബീച്ച് ഫുള്ള്. എന്തെങ്കിലും പരിപാടി ആയിട്ടുണ്ടോ? അത്രക്കും ജനങ്ങളാണല്ലോ ഇവിടെ. നിങ്ങൾ കോഴിക്കോട് ബീച്ചാണത്, ഇത്രയും ജനങ്ങൾ. അയ്യോ ഇവരെവിടുക്ക പോണ്? ഇതാ പോയി. ഹലോ, എവിടുക്കാണ്? ഞങ്ങൾ പോകുന്നു. എന്തെങ്കിലും വേണോ? കഴിച്ചുകൊണ്ട് നടക്കണോ അല്ലെങ്കിൽ എന്താ വേണ്ടേ? മൂടാക്കണ്ട, മൂടുണ്ടാവുമ്പോ കഴിക്കാം. ആള് ഇത് രാത്രിയാണ് സത്യം പറഞ്ഞ രസം. രാത്രിയാണ് സത്യം പറഞ്ഞ രസം. ഇവിടെ പാട്ടും മേളവും ഇതൊക്കെ നല്ല രസം. ഇതിപ്പോ പറയുമ്പോ ഈ പകലായിട്ട് നല്ല വെയിലും അല്ലേ, കണ്ണ് തുറക്കാൻ വയ്യ. ഉച്ചക്കൊക്കെ ഇവിടെ വന്നവരവരെ അവസ്ഥ അത്രക്കും വെയിലാണ്. അതായത് നമുക്കിങ്ങനെ നടന്നോക്കാം. ഇങ്ങനെ ഒരിടത്തേക്ക് സ്ട്രോബെറിന്റെ എന്താണ് ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങള് വേറെ ചൊരൻഡേസ് കഴിക്കാൻ പോകും. ചൊരൻഡേസ് തരൂല, ചൊരൻഡേസ് തരൂല, ഐസ്ക്രീം മതി എന്ന് പറഞ്ഞതാണ്. ഇനി ചൊരൻഡേസ് പറഞ്ഞിട്ട് കട്ടെടുക്കാൻ വന്നാലും തരൂല ഞാൻ. അപ്പോ ഞങ്ങള് ചൊരൻഡേസ് ഉണ്ട്. ഞാൻ തിന്നയിച്ചിട്ടുണ്ടോ? ഞങ്ങള് തിന്നയിഞ്ഞിട്ട് തിന്നാ മതി. തൊഴിലവസരം ഒരുത്തി പട്ട നോക്കി. അടുത്ത പട്ട അവിടെ കണ്ടിട്ട് ഞങ്ങള് ഇത്രയും പട്ടുണ്ട്. ഓളായത് കൊതിച്ചിരിക്കുക. കടന്നല് കുത്താൻ വന്ന്, തേനീച്ച കുത്താൻ വന്ന് ഇവിടെ എന്തേ ഒരാൾ ഐസ്ക്രീം വന്നിട്ട് അടുത്തത് വന്ന് നക്കി തപ്പി എടുക്കുന്നുണ്ട്. ചെന്ന് തപ്പി എടുക്കുവോ? ഈ മാങ്ങ തകണ ഇതെടുത്തോട്ടെ, അതെടുത്തോ. ഈ വാല് ടൈപ്പ് എടുത്തോ. അന്നെടുക്കണേ. ഇനി താത്തല്ലേ അതന്നെ എടുത്തോ. ആ സാറില്ല, എടുത്തോ. ഒന്നുകൂടി എടുത്തോ വേണമെങ്കിൽ. ഇതെവിടുത്തെ കച്ചവടക്കാരത്തായി വേറെ അതെടുത്തോ. ഒത്തു തിന്നണ ഇത് കൊടുക്കില്ല പൈസ.
മുപ്പതാ. ബസ് കയറിയിട്ടുണ്ട്, ബസ് കയറിയിട്ടുണ്ട്. പോട്ടെ പോട്ടെ. ചത്ത് മക്കളെ ചത്ത്. വേറെ ഒരുപാടായി. പോട്ടെ, ഇവളെ കൊണ്ടാക്കണം. രാത്രി ആകുമ്പോഴത്തേനും ഓട്ടോർക്ക് ബസ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഞാൻ പോവുക. അയ്യോ, ഞങ്ങളെത്തി, കോട്ടക്കലെത്തി. നമ്മളെ ബസ് ഇവിടെ അവിടേക്ക് തന്നെ പോകുന്നത്. ചട്ടിപ്പറമ്പ് നമ്മളെ നാട്ടിലെ ബസ് കണ്ട് ബസ് കയറാൻ പോകുന്നു. വേഗം കയറിക്കോ കയറിക്കോ. ട്രിപ്പ് നമ്മളൊക്കെ കഴിഞ്ഞ്, ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് കോഴിക്കോട് ഇങ്ങനെ പോയപ്പോൾ അങ്ങനെ കറങ്ങി അങ്ങനെയൊക്കെ എടുത്തതാണ് ആ വീഡിയോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ ഒരു ടൈം കിട്ടുന്നില്ല. വീട്ടിലെത്തി വീടാണ് കണ്ടപ്പോൾ, ബെഡ് കൊണ്ട് കണ്ടപ്പോൾ പോയെടുക്ക് ഇടുന്ന പറയും. ചെറിയ എൻ്റെ പെങ്ങളെ കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഓളൊക്കെ അയ്യോ പറഞ്ഞാണ്ടിരുന്നു. എല്ലാവരും കുഴങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി വീഡിയോ ഇപ്പോഴാണ് ഷോപ്പിലെത്തി ഡ്യൂട്ടി ഉള്ളൊരു സമയത്താണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ ബൈ.